എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് വട്ടയപ്പം. ഇന്ന് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇനം പച്ചരി തന്നെ നമ്മൾ ഉപയോഗിക്കണം. പച്ചരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ സ്വാദും അതുപോലെ സോഫ്റ്റ്നെസ്സും ഒക്കെ വ്യത്യാസം വരും. ഇതൊരു 3-4 തവണ കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് 2 മണിക്കൂർ നേരം കുതിർത്തിയെടുക്കുക. അരി കുതിർന്നു കഴിഞ്ഞാൽ അതിലെ വെള്ളം നന്നായിട്ട് ഊറ്റി മാറ്റണം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരക്കപ്പിനും താഴെ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു 100 മില്ലി വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇത് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് വേണം ഇത് അരയ്ക്കാൻ. ഒട്ടും വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ വട്ടയപ്പം സ്പോഞ്ചി ആയിട്ട് കിട്ടില്ല, അത് കൂടുതൽ കട്ടിയുള്ളതായിട്ട് പോകും. ഇതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ സോസ് പാനിലേക്ക് എടുക്കുക. അതായത് ഒരു 30 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവ് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സോസ് പാനിലെടുത്ത മാവിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പിനേക്കാളും അല്പം കൂടി വെള്ളം കൂടുതലുണ്ട്. ഒരു 130 മില്ലി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് ഈ മാവ് കുറുക്കിയെടുക്കുക. ഇങ്ങനെ തരി കാച്ചിയെടുത്ത് അല്ലെങ്കിൽ കപ്പി കാച്ചിയെടുക്കുക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അപ്പവും വട്ടയപ്പവും ഒക്കെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന രീതി പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമ്മമാരും ഒക്കെ ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഈ ഒരു രീതിയിൽ ഈ അരി കൊണ്ടുള്ള പലഹാരങ്ങൾ മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിൽ ഇത് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറി നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ നേരത്തെ അരി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകി എടുക്കുമ്പോൾ അതിലെ ആ ബ്രൗൺ പാർട്ട് വരാതെ മുകളിലുള്ള വെള്ളം മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് 130 ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 4 ഏലക്കായുടെ അരി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിനെ പുളിപ്പിക്കാനായിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ പഞ്ചസാരയിലും അതുപോലെ തരി കാച്ചിയതിലൊക്കെയുള്ള ആ നനവ് കൊണ്ട് നന്നായിട്ട് അത് അരഞ്ഞു കിട്ടും. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഇതിൽ നിന്ന് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരി അരച്ചപ്പം വെള്ളം കൂടിപ്പോരെന്ന് പ്രത്യേകം പറഞ്ഞത്. ഇനി നമ്മൾ അരി അരച്ച മാവിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. മാവിയുടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സാവധാനം ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കാം. ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും മാവൊക്കെ അങ്ങ് അടിയിലേക്ക് തന്നെ താഴ്ന്നു പോകും. അത് കുഴപ്പമില്ല. ഇനി വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു 7.5 ഇഞ്ച് വട്ടമുള്ള ഒരു പ്ലേറ്റാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മളുണ്ടാക്കിയ മാവിൻ്റെ പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് കൊള്ളുന്ന ഒരു തവിയാണിത്. ഇതിന് 4 തവി മാവാണ് ഇതിലേക്ക് പൊഴിക്കുന്നത്. ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പച്ചെമ്പിൽ തട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി ഒരു 15 തൊട്ട് 18 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ അളവ് അരി കൊണ്ട് ഇതേ വലിപ്പത്തിലുള്ള ഒരു വട്ടയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ തരികിന് ഇതുപോലെ വിട്ട് വരും. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഈ രീതിയിൽ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും.
അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.